പക്ഷേ മുകേഷുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും മുമ്പ് തന്നെ ഉയർന്ന വിവാദങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നിടത്ത് നിങ്ങൾ എത്രത്തോളം സ്ത്രീപക്ഷ നിലപാടെടുക്കുന്നു എന്ന ചോദ്യം ഉയർന്നാൽ എന്താണ് മറുപടി? രണ്ടാമത്തേത്, ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം നൽകുന്നില്ല, അറസ്റ്റിലേക്ക് നീങ്ങുന്നു, ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുന്നു എന്ന ഘട്ടം വരുമ്പോഴും പാർട്ടി മുകേഷിനൊപ്പം നിൽക്കുമോ? MLA സ്ഥാനത്ത് അദ്ദേഹം തുടരട്ടെ എന്ന തീരുമാനം എടുക്കുമോ? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ നീട്ടി സംസാരിച്ചു. ഞാൻ ഇടപെട്ടില്ല. കാരണം ഇത് അദ്ദേഹം പറയുന്നത് ജനങ്ങൾ കേൾക്കട്ടെ, പ്രേക്ഷകർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ്. ഇപ്പൊ കാരിശ്ശേരി മാഷും അത് ആവർത്തിച്ചുകൊണ്ട് ധാർമ്മികതയെ പറ്റി പറയുകയാണ്. ഒരു 3-4 ദിവസം മുമ്പേ കോൺഗ്രസിന്റെ AICC മെമ്പർ ചില യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചു. അന്നേരം ഈ 2 നേതാക്കന്മാരുടെയും ധാർമ്മികത എങ്ങോട്ട് പോയി? കോൺഗ്രസിൽ അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കണം. 1. 2, കോൺഗ്രസിൽ നടക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. 3, പ്രീതിപ്പെടുത്താൻ നിൽക്കാത്തതിനാൽ ഞാൻ ഗുഡ് ബുക്ക് ലിസ്റ്റിലില്ല കോൺഗ്രസിന്റെ. 4, കോൺഗ്രസിലെ വനിതകൾക്ക് വളരാൻ സ്പോൺസർമാർ വേണം. 5, ഒറ്റയ്ക്ക് കോൺഗ്രസിന്റെ നേതാക്കളെ കാണാൻ വനിതാ നേതാക്കന്മാർ പോകരുത്. 6, പവർ ഗ്രൂപ്പിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ് ലീഡ് ചെയ്യുന്നത്. 7, കോൺഗ്രസിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധമാണ്. 8, കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. 9, കോൺഗ്രസിൽ ലിംഗവിവേചനമുണ്ട്. ഇത് പറഞ്ഞതും മറ്റാരുമല്ല, AICC മെമ്പറാണ്. ആ മെമ്പറെ 24 മണിക്കൂറിനുള്ളിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ് കോൺഗ്രസ് ധാർമ്മികത തെളിയിച്ചത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് ഈ വിഷയത്തിൽ ഒരഭിപ്രായം പറയണം. അങ്ങയുടെ ധാർമ്മികത ജനങ്ങൾക്ക് ഈ അഭിപ്രായത്തിൽ കേൾക്കാനുണ്ട് എന്നതാണ് എനിക്ക് ഏറ്റവും ആദ്യം സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ ഏതെങ്കിലും തരത്തിൽ മുകേഷിനെ സംരക്ഷിക്കാനോ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനോ CPM ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് റിപ്പോർട്ടർ ചാനൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു കൊണ്ടുവന്നു. നിവിൻ പോളി എന്ന് പറയുന്ന നടനെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം വന്നു. 3-4 ദിവസം പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഗൾഫിൽ വെച്ച് പീഡനം നടന്നു എന്നതാണ്, അതും കൂട്ടബലാത്സംഗം നടന്നു എന്നതാണ് അതിൽ വിക്ടിം ആരോപിക്കുന്നത്. എന്നാൽ അതേ ദിവസം അതേ സമയം കൊച്ചിയിൽ ഒരു ഷൂട്ടിംഗ് സൈറ്റിലായിരുന്നു നിവിൻ പോളി എന്നുള്ള തെളിവ് മറ്റ് നടന്മാർ പുറത്തു കൊണ്ടുവരികയാണ്. ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ ലോയിൽ അത് അലിബി എവിഡൻസ് ആണ്. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ പ്രതി ആ പ്രദേശത്തുള്ള ദൂരെയാണ് എന്ന് തെളിയിക്കുന്ന സാഹചര്യം. എത്ര ദിവസം? 3 ദിവസമായിട്ട് ചർച്ച ചെയ്യുക. ഇത്തരത്തിൽ സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ ഒരു പ്രതിക്കുള്ള അവസരം ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന മൗലിക അവകാശമാണ്. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹം ആന്റിസിപ്പേറ്ററി ബെയിലിൽ പ്രൊഡ്യൂസ് ചെയ്തതായി പത്രങ്ങളിൽ വന്ന വാർത്ത, ഈ വിക്ടിം തന്നെ അയച്ച മെയിൽ, ശ്രീ മുകേഷിന് അയച്ച മെയിൽ, ആ മെയിലിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ, പണം ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശം അയച്ചത്, ഇവയെല്ലാം പരിഗണിച്ചിട്ടാണ് സെഷൻസ് കോടതി വിധി പറയാൻ പോകുന്നത്. വിധി എന്തുമാകട്ടെ. അപ്പോൾ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണം വരുമ്പോഴേക്കും അദ്ദേഹം കുറ്റവാളിയാണ്, ശിക്ഷിക്കപ്പെട്ടു എന്ന രൂപത്തിൽ ചിത്രീകരിക്കലല്ല. അഡ്വക്കേറ്റ് അരുൺകുമാർ ആയിട്ട് ആ രൂപത്തിൽ അതിനെ വിശകലനം ചെയ്യാം. ഞാൻ ചോദിച്ചത് ധാർമ്മികതയുടെ വശമാണ്. ഇപ്പോൾ മുകേഷുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആദ്യ ഭാര്യ പരസ്യമായി നൽകിയ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇപ്പോൾ ഈ ഉയരുന്ന ആരോപണം, നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം ഉയർന്നു. അതിൽ നിവിൻ പോളി മണിക്കൂറുകൾക്കകം വാർത്താ സമ്മേളനം നടത്തി അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ശക്തമായ പ്രതികരണം നടത്തി. മുകേഷിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. മുകേഷിനെ സംബന്ധിച്ച ഈ ഒരു നടി വന്ന് പുറത്ത് പറഞ്ഞ കാര്യം, അതിനു മുമ്പ് തന്നെ വേറെ ഒരു പ്രതികരണം മീ ടു ക്യാമ്പയിൻ്റെ സമയത്ത് വേറെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ ഘട്ടത്തിലും അവരെ അറിയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ കോടീശ്വരൻ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണല്ലോ ആ ആരോപണം ഉയർന്നത്. അതൊന്ന് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അത് അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യമാണ് ഈ നടിയുടെ ആരോപണം. ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ആദ്യം എന്താണ് മുകേഷ് പറഞ്ഞത്? എനിക്ക് അവരെ അറിയേയില്ല എന്നല്ലേ ആദ്യ ദിവസം പറഞ്ഞത്? എനിക്കറിയേയില്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസമായപ്പോഴേക്കും എന്താണ് പറയുന്നത്? എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ അടുത്തുനിന്ന് പണം തട്ടാനുള്ള ബ്ലാക്ക് മെയിലിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് മെയിലിംഗ് നടത്താവുന്ന എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മാറ്റി മാറ്റി പറയുന്ന ഈ MLAക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഘോരഘോരം പറയുന്നത് നിങ്ങൾക്ക് കറയുണ്ടാക്കും എന്നതിലപ്പുറം മറ്റൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അരുൺ, ഒറ്റ കാര്യം, ഇപ്പോ 2016 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വിജയിച്ചു. 5 വർഷം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അദ്ദേഹത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് രണ്ടാമതും MLA ആക്കി. ഇപ്പോൾ ആരോപണങ്ങൾ വന്നു, നേരത്തെയുള്ള വെളിപ്പെടുത്തലുണ്ട് എന്ന് മറ്റു പൊതുസമൂഹത്തിലുണ്ട്. ഇത് തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കുകയോ കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആജീവനാന്തം അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധിക്കെതിരെ ആരോപണം വരുമ്പോൾ തന്നെ ഒരു MLA സ്ഥാനം MP സ്ഥാനം രാജിവെച്ചാൽ, ഈ ആരോപണം കള്ളമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ പിന്നെ അദ്ദേഹം അതിന് ആ പദവി തിരിച്ചു കിട്ടുന്ന സാഹചര്യമില്ല. ഇപ്പൊ ജോസ് തെറ്റയിൽ അന്ന് മന്ത്രി സ്ഥാനം രാജിവെച്ചു.
MLA സ്ഥാനം കൂടി രാജിവെച്ചിരുന്നെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഹൈക്കോടതി പറഞ്ഞല്ലോ ഈ കേസ് കള്ളമാണ് എന്ന് പറഞ്ഞു, വ്യാജമാണെന്ന് പറഞ്ഞ് റദ്ദ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഓഡിയോ സന്ദേശങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ടല്ലോ. അതിലെ വിക്ടിം പറയുന്നതും ആരൊക്കെയാണ് അതിലേക്ക് നയിച്ചതെന്നും ആരൊക്കെയാണ് പണം തരാമെന്ന് പറഞ്ഞുള്ള ആരോപണം. അതുകൊണ്ട് ഞങ്ങൾ ആരെയും വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുന്നതല്ല. ഇവിടെ CPM-നെ സംബന്ധിച്ചൊരു നയമുണ്ട്. ഇവിടെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ. ഇവിടെ ഡിലേ വരുത്തി ചില പേജുകൾ പുറത്തുവിട്ടില്ല. ഞങ്ങൾ കൃത്യമായി 5 ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ പറയുന്നുണ്ട്. 1, കമ്മീഷന് പകരം കമ്മിറ്റിയെ വെച്ചത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് നുണ പ്രചരിപ്പിക്കുന്നുണ്ട്. ആരാ? പ്രധാനപ്പെട്ട മലയാളത്തിന്റെ കഥാകൃത്ത് T. പത്മനാഭൻ അടക്കമുള്ളവരാണ് പറയുന്നത് കമ്മീഷൻ ആയിരുന്നെങ്കിൽ നേരിട്ട് കേസെടുക്കാമായിരുന്നു, നേരിട്ട് പ്രതിയെ ശിക്ഷിക്കാമായിരുന്നു. പൊട്ടത്തെറ്റ്, കള്ളമാണ്. കമ്മിറ്റിയെ വെച്ച് കൃത്യമായി ടേംസ് ഓഫ് റെഫറൻസ് വെച്ച് അതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഡിലേയും വിവരാവകാശ കമ്മീഷനും ഹൈക്കോടതിയും പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കഴിയില്ല, കൊടുക്കാൻ പറഞ്ഞു, കൊടുക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ കൊടുത്തു. ഒരു പേജ് മാറ്റി വെച്ചിട്ടില്ല. എങ്ങനെയാണ് വിവരാവകാശ കമ്മീഷൻ എടുത്ത് എത്ര തവണ വന്ന ശേഷമാണ് വിവരാവകാശ കമ്മീഷൻ അതിൽ വളരെ കടുത്ത നിലപാടെടുത്ത ശേഷമല്ലേ ഈ റിപ്പോർട്ട് കൊടുത്തത് തന്നെ? ഇതൊക്കെ നമ്മൾ കണ്ടതും ചർച്ച ചെയ്തതുമല്ലേ? ഇനിയും എന്തിനാണ് ആ വാദങ്ങൾ പിന്നെയും ഉയർത്തുന്നത് അരുൺ? അല്ല, ഈ കമ്മിറ്റി വെക്കാൻ അറിയുന്ന ഗവൺമെന്റിന്, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്തൊക്കെ പരിശോധിക്കണമെന്ന് പറയുന്ന ഗവൺമെന്റിന്, ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിക്കുന്ന ഗവൺമെന്റിന് അതിന്റെ തുടർ നടപടി എടുക്കാൻ ഒരു മടിയുമില്ല. നിങ്ങൾ പറഞ്ഞിട്ടല്ലോ 13 മാസം മുമ്പ് ആദ്യഘട്ടം മുതൽ നടത്തിയ പ്രതികരണം അങ്ങനെ ആയിരുന്നില്ലല്ലോ അരുൺ. ഓരോ തവണയും ഈ റിപ്പോർട്ട് വേണമെന്നാവശ്യപ്പെട്ട് ആദ്യം വകുപ്പിനെയല്ലേ മാധ്യമപ്രവർത്തകർ സമീപിച്ചത്, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുമ്പോഴും വിവരാവകാശ കമ്മീഷൻ സർക്കാരിനെ സമീപിക്കുമ്പോൾ സർക്കാർ വിവരാവകാശ കമ്മീഷനും കൃത്യമായി മുഴുവൻ വിവരങ്ങൾ കൊടുത്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.